നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉടനടി മറുപടി നൽകുന്ന ChatGPT ഇനി പരസ്യങ്ങളും കാണിക്കും. അതെ, OpenAIയുടെ ജനപ്രിയ AI ടൂളായ ChatGPT പരസ്യങ്ങൾ ഉൾപ്പെടുത്താൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ ആദ്യഘട്ട പരീക്ഷണം ഉടൻ തന്നെ അമേരിക്കയിൽ ആരംഭിക്കും. എന്നാൽ എല്ലാ ഉപയോക്താക്കൾക്കും തുടക്കത്തിൽ പരസ്യമുണ്ടാകില്ല കേട്ടോ. സൗജന്യമായി ChatGPT ഉപയോഗിക്കുന്നവർക്കും ഇന്ത്യയിലടക്കം അവതരിപ്പിച്ച ChatGPT Go സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്കുമായിരിക്കും ആദ്യഘട്ടത്തിൽ പരസ്യങ്ങൾ ദൃശ്യമാവുക. ഇനി നിങ്ങളുടെ സംശയം എങ്ങനെയുള്ള പരസ്യങ്ങളായിരിക്കും ChatGPT വരിക എന്നതല്ലേ പറഞ്ഞു തരാം. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളായിരിക്കും സ്ക്രീനിൽ തെളിയുക. ഉദാഹരണത്തിന് വയനാട്ടിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾ ChatGPTയോട് ചോദിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പരസ്യം അവിടെയുള്ള പ്രശസ്തമായ റിസോർട്ടുകളുടെയോ യാത്രാ പാക്കേജുകളുടെയോ ഒക്കെ ആയിരിക്കാം. ഇത് ഉത്തരത്തിനൊപ്പമായിരിക്കും ഉണ്ടാവുക. ChatGPTയുടെ ഈ പുതിയ തീരുമാനം ലോകം മുഴുവനുമുള്ള അവരുടെ ഉപയോക്താക്കളിൽ ചില ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കാൻ OpenAI ചില ഉറപ്പുകളുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. ChatGPT നൽകുന്ന മറുപടികളെ പരസ്യങ്ങൾ ഒരു തരത്തിലും സ്വാധീനിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് പണം നൽകുന്ന കമ്പനികൾക്ക് അനുകൂലമായിരിക്കില്ല നിങ്ങൾക്ക് AI നൽകുന്ന മറുപടി. കൂടാതെ ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ പരസ്യദാതാക്കൾക്ക് കൈമാറില്ലെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് OpenAI ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുമില്ലേ? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. കനത്ത സാമ്പത്തിക നഷ്ടമാണ് കാരണം. സാം ആൾട്ട്മാന്റെ നേതൃത്വത്തിലുള്ള OpenAI ലോകമെങ്ങും തരംഗമാണെങ്കിലും സാമ്പത്തികമായി കമ്പനി ഇപ്പോഴും ലാഭത്തിലല്ല. 2025 ആദ്യ 6 മാസങ്ങൾ മാത്രം ഏകദേശം $8 ബില്യൺ, അതായത് $800 കോടി നഷ്ടത്തിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ChatGPT ഉപയോഗിക്കുന്നവരിൽ കേവലം 5% ആളുകൾ മാത്രമാണ് പണം നൽകി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ബാക്കി 95% പേരും സൗജന്യ സേവനമാണ് ഉപയോഗിക്കുന്നത്. നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യത്തിന് മുന്നിലാണ് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പരസ്യങ്ങളുടെ വഴി കമ്പനി തിരഞ്ഞെടുത്തതും. OpenAIയുടെ ഈ നീക്കം ടെക് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട് കഴിഞ്ഞു. AI വിപ്ലവം വെറുമൊരു കുമിളയാണെന്നും അത് ഉടൻ പൊട്ടുമെന്നുള്ള ആശങ്ക നിക്ഷേപകർക്കിടയിൽ ശക്തമാണ്. ഈ AI ബബിൾ അധികകാലം നിലനിൽക്കില്ലെന്ന് ചില അനലിസ്റ്റുകൾ ഇതിനോടകം തന്നെ പ്രവചിച്ചും കഴിഞ്ഞു. രസകരമായ മറ്റൊരു കാര്യം OpenAI CEO സാം ആൾട്ട്മാൻ മുമ്പ് പറഞ്ഞ വാക്കുകളാണ്. പരസ്യങ്ങളെ താൻ വെറുക്കുന്നുവെന്നും അത് വരുമാനത്തിനുള്ള അവസാനത്തെ പരീക്ഷണം മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നാൽ ലാഭേച്ഛയില്ലാതെ തുടങ്ങിയ സ്ഥാപനം ഇപ്പോൾ പക്ക വാണിജ്യ സ്ഥാപനമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നതും. AI ടൂളുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഈ പരസ്യ വരുമാനം സഹായിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുമ്പോഴും ഉപയോക്താക്കൾ ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും.